നമസ്കാരം. ടി വി മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും വളരെ ദുഃഖത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. ലഹരിയും സ്ത്രീധന പീഡനവും സ്നേഹമില്ലായ്മയൊക്കെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, മനുഷ്യരുടെ ജീവിതം ഇല്ലാതാക്കുന്നതൊക്കെ ചെയ്യുന്ന അതിദാരുണമായ ഒരവസ്ഥ. ആ അവസ്ഥയിലൂടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളം കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്രയിൽ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്ന ഒരു വീട്ടമ്മ നമ്മളെ പരിചയപ്പെടുകയും, ടി വി തുറക്കാറില്ല സ്വാമി, ടി വി തുറന്നാൽ അന്നത്തെ രാത്രി പിന്നെ ഉറങ്ങാൻ പറ്റില്ല എന്നാണ്. വെഞ്ഞാറമൂട്ടിലെ കൊലപാതകങ്ങളും അതിനേക്കാൾ ഭീകരമായിട്ട്, അതിപ്പോൾ ഒരാൾ ചെയ്തൊരു കൃത്യമാണെന്ന് പറയാം. മറ്റൊന്ന്, ജീവിതം വഴിമുട്ടിയപ്പോൾ സ്വന്തക്കാരും ബന്ധുക്കളും സമൂഹവും ഇല്ല എന്ന് തോന്നിയപ്പോൾ 2 പെൺകുട്ടികളുമായി ഒരമ്മ അലറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയുടെ മുമ്പിൽ കഠിനമായ സമൂഹത്തോടുള്ള ദേഷ്യവും, അല്ലെങ്കിൽ തന്നെ ഈ മക്കളെയും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതിനുള്ള ദേഷ്യം, ദൈവത്തോടുള്ള ദേഷ്യവും പ്രകടിപ്പിച്ചുകൊണ്ട് ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു ഭീകരമായ ഒരു ദുസ്വപ്നം നമ്മൾ യാഥാർത്ഥ്യമായി കണ്ടു. അതിഭീകരമാണ്. ഒരു ബ്ലേഡ് കൊണ്ടുപോലും, ഒരു ഏറ്റവും നേർത്ത സൂചി കൊണ്ടുപോലും ഒരു മുറിവേറ്റാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന, ആ വേദനയുടെ എത്രയോ ഇരട്ടി വേദന അനുഭവിച്ച് ജീവിതം മതി എന്ന് തോന്നി ജീവിതത്തിലേക്ക് കടക്കാൻ തുടങ്ങിയ, യൗവനത്തിലേക്ക് കടക്കാൻ, കൗമാരത്തിലേക്ക് കടക്കാൻ തുടങ്ങിയ 2 പെൺകുട്ടികളെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ ഭീകരമായി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായി മാറിയ ഒരു ദുരന്തം തന്നെയാണ്. നമ്മളിത് അവതരിപ്പിക്കുമ്പോൾ പോലും ഞാനൊന്ന് ആലോചിച്ചു, ഇതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ ഒരു സംഭവമാണെങ്കിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഭർത്താവ് ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടി കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൾ വളരുന്നു, അവൾ പ്രായപൂർത്തിയാകുമ്പോൾ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിക്കുന്നു. വന്നു കാണുന്ന ഒരു പുരുഷനെ അവൾ വിവാഹം കഴിക്കുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ടു, എന്തിഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള രണ്ടാമത്തെ കാര്യമാണ്. ഒരു നിമിഷം കൊണ്ട് കാണുമ്പോൾ തോന്നുന്ന ഇഷ്ടങ്ങളും പരസ്പരം മനസ്സിലാക്കാനൊക്കെ വർഷങ്ങൾ കഴിയും. ആ പരസ്പരം തോന്നുന്ന ഇഷ്ടം, അത് ആ കുട്ടിയുടെ ശരീരത്തിനോട്, ആ പെൺകുട്ടിയുടെ ശരീരത്തോടുള്ള ഇഷ്ടമോ, അല്ലെങ്കിൽ അതിൻ്റെ സമ്പത്തോടുള്ള ഇഷ്ടമോ, അതിൻ്റെ ജോലിയോടുള്ള ഇഷ്ടമോ, എന്തിഷ്ടമാണെങ്കിലും അതിനെ വിവാഹം കഴിക്കുന്നു. ആ പെൺകുട്ടിയെ, കുട്ടികളുണ്ടാവുന്നു. ദാമ്പത്യം ദുസ്സഹമായി തീരുന്നു. പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നു. വിഭിന്നമായിട്ടുള്ള 2 ഗൃഹങ്ങൾ ജീവിച്ചവർ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങി. 2-3 സന്താനങ്ങളുണ്ടായി. സന്താനങ്ങളെ വളർത്താനായിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ ദാമ്പത്യം തകർന്നു പോകുന്നു. ഇത് ഒരാളിലല്ല, ട്രെയിനിന്റെ മുമ്പിൽ ചാടാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് സ്വാമി കുട്ടികളെയും കൊണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ കുട്ടികൾ എന്താവും എന്ന് ചോദിക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ പോലും ഉണ്ട്. ഇതൊക്കെ എൻ്റെ അടുക്കൽ വരുന്നവരാണ്. ഇവിടെ സംഭവിച്ചത്, അത് സംഭവിക്കാതിരിക്കാൻ, ഇപ്പോൾ ആ ഭർത്താവ് മദ്യപാനിയായിരുന്നു. മദ്യത്തിന് അടിമ ആയതുകൊണ്ട് തന്നെ ജീവിത മൂല്യങ്ങൾ, ഭാര്യയോ കുട്ടികളുടെ മൂല്യങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ആളായിരിക്കണം. ലഹരി ആഘാതമുണ്ടാക്കുമ്പോൾ, തലച്ചോറിലുണ്ടാക്കുന്ന ആഘാതത്തിൽ നാവിലൂടെ പുറത്തു വരുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഒരു ആൺകുട്ടിയുണ്ട്, അദ്ദേഹം, ആ മകൻ രക്ഷപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഭർതൃഗൃഹത്തിൽ പോയി താമസിച്ചു. ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഭീകരമായ മാനസികമായിട്ടുള്ള
സംഘർഷങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായി. അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥകൾ വന്നു. അപ്പോൾ അവർ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവരെ സൃഷ്ടിച്ച് വളർത്തിയ ഒരു അച്ഛനും അമ്മയും ആ വീട്ടിലുണ്ട്. ആ 2 പെൺകുട്ടികളെയും ആ മകളെയും ആ മാതാപിതാക്കൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്നുമില്ലെങ്കിലും അവർക്ക് കിടക്കാൻ ഒരു സ്ഥലം കൊടുക്കാമായിരുന്നു. അവരെ ഇറക്കിവിടുന്ന തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് വാർത്തകളുടെ സത്യാവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോയാൽ, അതൊക്കെ വേർതിരിച്ചെടുക്കാൻ പോയാൽ അതിൻ്റെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സ്ത്രീയെ കണ്ടാൽ അറിയാം, ആ സ്ത്രീ ഒരിക്കലും ഒരു മോശപ്പെട്ട സ്ത്രീയല്ല. അങ്ങനെ മോശപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ അവർ ഈ 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് കണ്ണടച്ച് റെയിൽവേ പാളത്തിൽ നിൽക്കേണ്ടി വരില്ല. ഞാൻ മലയാളത്തിൽ 145 നോവൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അങ്ങനൊരു മരണം, അങ്ങനൊരു കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ, അങ്ങനൊരു മരിക്കുന്ന കഥാപാത്രങ്ങളെ ചിന്തിക്കാൻ പോലും ഒരു എഴുത്തുകാരന് കഴിയില്ല. അതിദാരുണമാണ്. നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. മരണമെന്ന് പറയുന്നത് ജനനം ഈശ്വരൻ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈശ്വരൻ തരുന്നതാണ് ഗിഫ്റ്റ്. നീ ഭൂമിയിൽ പോയി ജീവിച്ചോളൂ, നിനക്ക് ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, നീ നിന്റെ നേർക്ക് വരുന്ന അസ്ത്രങ്ങളെ പൂമാലയായിട്ട് സ്വീകരിക്കാൻ പഠിക്കൂ. സുഖമെന്ന് പറയുന്ന ഒരു സ്വപ്നാവസ്ഥ ഇല്ലെങ്കിൽ പോലും ദുഃഖങ്ങളുടെ തോത് കുറച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ ഞാൻ പലരോടും പറയും. ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് അയാളുടെ വിധിയാണത്. അയാളുടെ ശേഷിക്കുന്ന ജീവിതം സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള, സമൂഹം അംഗീകരിക്കാത്ത, മരണം വരെ അയാൾക്ക് മനുഷ്യത്വം എന്നൊന്നുണ്ടെങ്കിൽ ആ മനുഷ്യത്വം അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ ജീവിതത്തിന്റെ അവസാന കാലം വരെ, അയാള് ചിതയിൽ ഒടുങ്ങുന്നത് വരെ, അയാളെ പ്രാണൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നത് വരെ അയാൾക്ക് ദുഃഖിക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. കാരണം അതിപൈശാചികമായിട്ടുള്ള ഈ സമൂഹത്തോടുള്ളതും അവരുടെ ബന്ധുക്കളോടുള്ളതും ഒരു സഹായഹസ്തം നീട്ടാൻ പറ്റാത്ത പലരും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും സ്വന്തം ശരീരത്തിനോടും സ്വന്തം ജീവിതത്തിനോടും മഹത്വം കാണിച്ച ഒരു സ്ത്രീയാണ് അവര്. മോശപ്പെട്ട വഴികളിലൊന്നും അവർ പോയില്ല. 2 പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചു. നമുക്കിത് അവതരിപ്പിക്കാൻ, ഇത് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഈ ഭർത്താവിന്റെ അനിയൻ ഒരു അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഏത് കുപ്പായം ധരിച്ചാലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ദയയും സഹതാപവും മറ്റുള്ളവരും മനുഷ്യരോടുള്ള ദുഃഖങ്ങൾക്കൊരു നോട്ടം കൊണ്ടോ ഒരു സ്പർശം കൊണ്ടോ അവരെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവർക്ക് നേരെ വിരൽ ചൂണ്ടി നശിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ കൃപയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം അവസ്ഥകൾ നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് ദൈവം തരുന്ന സഹായത്തിന്റെ ഒരു അംശം മറ്റൊരാൾക്ക് കൂടി സഹായിക്കാൻ പറ്റുമെങ്കിൽ, അത്തരത്തിലൊരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇത്തരം മഹാദുരന്തങ്ങൾക്ക് കേൾക്കാൻ നമുക്ക് ഇട വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. നമസ്കാരം.